നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി കേട്ടോ. മുടി വളരെ നന്നായി എന്ന് പറഞ്ഞു. വളരെ സന്തോഷം കേട്ടോ. മുടിയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ട് കേട്ടോ. കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ശ്രദ്ധയാണ് അത് കേട്ടോ. അറിവ് വെച്ച കാലം മുതലേ അതിനു മുമ്പ് അമ്മയാണ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് അറിവ് വെച്ച കാലം മുതൽ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ പല പല എണ്ണകൾ പരീക്ഷിക്കലും പാക്ക് ഇടലും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് മുതലുള്ള പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് ചെയ്യും. മുത്തച്ഛൻ പറഞ്ഞു തന്ന ഹെയർ പാക്കാണ്. അത് ഞാൻ ഇവിടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. മുടി ധാരാളമായിട്ട് വളരും നമുക്ക് ആ പാക്ക് ഇട്ടാൽ. 5 കൂട്ടം പാക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഉൾപ്പെടുന്നത് സ്പെഷ്യലായിട്ട് ഉൾപ്പെടുന്നത് നമ്മളുടെ താമര അല്ലിയാണ് കേട്ടോ. താമര പത്രം എന്ന് പറയും, താമര അല്ലി എന്ന് പറയും. താമരപ്പൂവിൻ്റെ ഉള്ളിലുള്ള മഞ്ഞ കേസര പോലത്തെ സാധനമാണ് കേട്ടോ. അതിന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് അതിനെക്കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ 5 കൂട്ടങ്ങളാണ് അതിലുള്ളത്. അത് മുത്തച്ഛൻ്റെ പാക്കാണ്. മുടി വളരും ചെയ്യും ധാരാളം. പെട്ടെന്ന് വളർന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും അത്. അപ്പോൾ കുട്ടിക്കാലം മുതലുള്ള ഹെയർ കെയർ ആണ്, അറിവ് വെച്ച കാലം മുതലുള്ളത്. അപ്പോൾ ആ മുടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും കളയാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർ ഞാൻ പറയല്ലോ, മുടി വെടുത്തുമ്പോൾ കോമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിച്ച് കളയും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ്. ഞാൻ പറയാം, അയ്യോ മുടി അങ്ങനെ കോമ്പ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ആദ്യം പതുക്കെ ഇങ്ങനെ വിരലുകൊണ്ട് നമുക്ക് ഇവിടം വരെയും കോമ്പ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് മുടി വെടുത്തിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ കോമ്പ് ഉപയോഗിക്കാവൂ. പിന്നെ കോമ്പ് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെ വേണം നമ്മൾ മുടി കെയർ ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാവരുടെയും മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ശ്രീലക്ഷ്മി, സുദർശൻ, ശാലിനി രാധാകൃഷ്ണൻജി, ജയലക്ഷ്മി ഇവരെല്ലാം എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ശാലിനിജി പല പാക്കും പരീക്ഷിച്ചിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടെക്സ്ചർ തന്നെ മാറിപ്പോകും നമ്മളുടെ. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മുടെ തന്നെ മുടിയാണോ എന്ന് തോന്നിപ്പോകും കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വളരെ ഭംഗിയായി സൂക്ഷിക്കാൻ പറ്റും. മറ്റുള്ളവർ പറയുകയും ചെയ്യും അഭിപ്രായങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നിട്ട് പറയാറുണ്ട്, മുടി നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. അപ്പം നമുക്കതൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ തന്നെ. അങ്ങനെ ഓരോരുത്തരുടെയും മുടി നല്ല ഭംഗിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന പാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതിൽ സന്തോഷമേ ഉള്ളൂ. എത്ര നേരം വേണമെങ്കിലും സംശയങ്ങളൊക്കെ പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പോൾ അത് അലോവേര പ്ലസ് ഒലിവ് ഓയിൽ ബെസ്റ്റാണ് കേട്ടോ. അതും ഇതുപോലെ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, ഡ്രൈനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മുടി വളർത്താൻ പറ്റും നല്ല രീതിയിൽ. എപ്പോഴും നമ്മൾ കഷ്ടപ്പെടണം. എന്തിനും നമ്മൾ കഷ്ടപ്പെട്ടാലാണല്ലോ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുട്ടിക്കാലം മുതലേ കുട്ടികളെ ഇതുപോലെ പാക്കും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കുക. എൻ്റെ മോന് ഇതുപോലെ കുട്ടിക്കാലം മുതലേ അവനിങ്ങനെ ഓരോന്നൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്, ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുട്ടികൾ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിലും പ്രയാസമില്ല. എണ്ണകളാണെങ്കിലും മാറ്റി തേച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ ഒരു മടിയും വേണ്ട. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. മുടിയെക്കുറിച്ചിട്ടുള്ള എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പം നാച്ചുറൽ ഹെയർ ഡൈ എന്താണെന്ന് ചോദിച്ചു. അത് നമ്മുടെ ബീറ്റ്റൂട്ട് കൊണ്ടിട്ടുള്ള ഡൈ ഒക്കെയാണ് കേട്ടോ. അതുപോലെ റോസ്മേരി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ മൈലാഞ്ചിയൊക്കെ വെച്ചിട്ട് മുടി ബ്രൗൺ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയും. ബീറ്റ്റൂട്ട് ചേർന്നുള്ള ഹെയർ ഡൈ എല്ലാം നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാച്ചുറൽ കണ്ടീഷണർ, ഹെയർ കണ്ടീഷണർ ചോദിച്ചു. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചോദിച്ച സ്ഥിതിക്ക്. അതായത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ ഉണ്ടല്ലോ, ഉലുവ കുതിർത്തിയെടുക്കാം.
അല്പം വെള്ളം, കുതിരാനുള്ള വെള്ളം മാത്രമേ നമ്മൾ എടുക്കാവൂ. എന്നിട്ട് തേങ്ങാപ്പാൽ എടുക്കുക, ആവശ്യത്തിന് തേങ്ങാപ്പാൽ എടുത്തിട്ട് അറിയാലോ, തേങ്ങ എടുത്ത് അരച്ച് മിക്സിയിൽ എടുത്തിട്ട് ജാറിൽ അരച്ചിട്ട് നമുക്ക് അത് അരിച്ചെടുക്കണം. തേങ്ങാപ്പാൽ അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ കുതിർത്തിയതും കൂടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാം. കുതിർത്തിയ ഉലുവ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ചിട്ട് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തലേ ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, ഈവനിങ് ടൈമിലോ കിടക്കുന്നതിന് മുമ്പോ നമുക്ക് എത്രയാണോ ആവശ്യം, 2-3 സ്പൂൺ വേണമെങ്കിൽ അത്രയും ഉലുവ ആവശ്യത്തിന്, ഉലുവ കുതിരാൻ വേണ്ടുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുതിർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഈ ഉലുവ, കുതിർത്തിയ ഉലുവയെ കൂടി തേങ്ങാപ്പാലിൻ്റെ കൂടെ അരച്ചെടുത്തിട്ട് അതിനെ അരിച്ച് കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് അപ്പം നമുക്ക് നല്ല ജെൽ പരുവത്തിൽ കിട്ടുമല്ലോ. അത് നമ്മൾ നല്ല കണ്ടീഷണറാണ്. കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മുടിക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മുടി വളരുകയും ചെയ്യും. നമ്മൾ ഇതുപോലെ നല്ല ഒരു മോയ്സ്ചറൈസിങ് ആണിത്, കണ്ടീഷണർ ഉൾപ്പെടെ കേട്ടോ. അപ്പം അങ്ങനെ പലതുണ്ട്. പിന്നെ ഞാൻ പപ്പായയുടെ പറഞ്ഞു തന്നിട്ടുണ്ട്, പപ്പായ പ്ലസ് ഒലിവ് ഓയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ പഴങ്ങളിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ ചെയ്യാം. ഇതൊക്കെ നല്ല നല്ല കണ്ടീഷണറാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ ഈ ഒലിവ് ഓയിൽ മാക്സിമം നമ്മൾ ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ്. നമുക്ക് ഓരോ പാക്കിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും സൂപ്പർ ഇന്ന് പരിചയപ്പെടുത്തുന്ന കണ്ടീഷണർ എന്ന് പറയുന്നത് നാച്ചുറൽ ഹെയർ കണ്ടീഷനാണ്, ഉലുവ പ്ലസ് തേങ്ങാപ്പാൽ കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളതാണ് കണ്ടീഷണർ എന്ന് പറയുന്നത്. നമ്മൾ പുറമേ നിന്ന് ഒരു ഷാമ്പു ആയിട്ടോ കണ്ടീഷണറായിട്ടോ ഒന്നും നമുക്ക് മേടിക്കണ്ട. ഇപ്പോൾ ഷാമ്പുവിന് പകരം ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന അതേ ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ മുടി കേട്ടോ. അങ്ങനെ നമ്മൾ വളരെയധികം കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മുടി. ഇതുപോലെ മുടി വെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മുടി കെട്ട് പണയാണ്ട് നോക്കുക. വെടുത്തുമ്പോൾ ഇതുപോലെ ചെയ്യുക കണ്ടോ. നമ്മൾ ഇതൊക്കെ വിരലുകൊണ്ട് നമുക്ക് വെടുത്താൻ പറ്റുള്ളൂ. എപ്പോഴും പറയാറുണ്ടല്ലോ, മുടിയുടെ വളം എന്ന് പറയുന്നത് കൈയാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ വെടുത്തിക്കൊണ്ടിരിക്കുക മുടി. പണ്ട് ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറയും മുടിക്ക് ജീവനുണ്ട്. അതുപോലെ നമ്മൾ മുടിയെ സ്നേഹിച്ചാൽ മുടിയും സ്നേഹിക്കും നമ്മളെ. എങ്ങനെയാണ് ധാരാളം വളർന്നുകൊണ്ടിരിക്കും മുടി കേട്ടോ. മുടിക്കും ജീവനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതാണല്ലോ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുടിയെ കെയർ ചെയ്യുന്ന കണ്ടാൽ അപ്പോൾ മുടി വിചാരിക്കണം, അതിന് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കണം ഇല്ലേ. പണ്ട് നമ്മൾ പറയും, കാരണവന്മാരെ ചെടികളൊക്കെ നമ്മൾ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ അമ്മായി പറയും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, നെൽകൃഷിയാണ്. ഞവരയുടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം പറയും, ഇടയ്ക്കിടയ്ക്ക് വന്നാൽ നെല്ലിനൊക്കെ നമുക്ക് ഒരു സന്തോഷം തോന്നുള്ളൂ. അതിൻ്റെ ഓണർമാരെ കാണുമ്പോഴാണ്, ഉടമസ്ഥന്മാരെ കാണുമ്പോൾ അത്രയും സന്തോഷമാണ്. പക്ഷെ അതൊക്കെ സത്യമാണ് കേട്ടോ, കാരണവന്മാർ പറയുന്നതൊക്കെ സത്യമാണ്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റം വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവരെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിലുള്ള ശ്രീവിദ്യാജി പറയാറുണ്ട് ഇതുപോലെ മുടി കൊഴിച്ചിൽ നിന്ന കേസൊക്കെ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുടിയെ സ്നേഹിച്ചാൽ മുടി തിരിച്ച് സ്നേഹിക്കും, മുടി വളരും. വളർന്നുകൊണ്ടായിരിക്കും നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മുടി ഇതുപോലെ വെടുത്താൽ മുടിയിൽ പാക്കുകൾ തേക്കുക, അത്യാവശ്യത്തിന് എണ്ണകൾ തേക്കുക, ജെല്ലുകളായിട്ട് തേക്കാം. വൈകുന്നേരങ്ങളിൽ മുടി പിന്നിയിട്ട് കിടക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിയുടെ എണ്ണം, കൊഴിഞ്ഞു പോക്ക് വളരെയധികം കുറഞ്ഞിരിക്കും. മുടിയുടെ ഘടനയിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം തോന്നും
കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ. ബെൽ ബട്ടൺ അമർത്തിയാൽ മതി, ഓളെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. ഓരോന്നും വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് വീഡിയോ ഇതുപോലെ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാറുണ്ട് കേട്ടോ, പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഈ ഉലുവയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. വളരെ സന്തോഷം. ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാൻ വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് മുടി ഒരിക്കലും കോമ്പ് കൊണ്ട് എടുത്തരുത്, വിരൽ കൊണ്ടേ എടുത്താവൂ. വൈകുന്നേരങ്ങളിൽ മുടി കുറച്ച് മുടി ആയിക്കോട്ടെ കുഴപ്പമില്ല, മുടി കുറച്ചുള്ളവരാണെങ്കിൽ പോലും മുടി പിന്നിട്ട് കെട്ടണം രാത്രിയിൽ കേട്ടോ. അപ്പം മുടി കൊഴിച്ചിൽ കുറയും. നമ്മൾ രാത്രി മുടി കെട്ടാതെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ മുടി തല്ലിപ്പോകും കേട്ടോ. അതുപോലെ അടിച്ചു വാരി കഴിഞ്ഞ് ചൂല് എടുത്ത കൈയാണെങ്കിൽ അത് നമ്മൾ കൈ നനച്ചിട്ട് മുടി തൊടാവും, മുടി വിടുത്തുമ്പോൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ, മുടി ശക്തിയുള്ളതാണ് കേട്ടോ. അമ്മമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു മുടി ശക്തിയുള്ളതാണെന്നൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടു കൂടി നമ്മൾ വളർത്താം കേട്ടോ. ഒരിക്കലും നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ തോന്നാതെ വളർത്താം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടീഷണറുടെ കാര്യം മറക്കണ്ട, എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ വേനൽക്കാലത്ത് ചെയ്യേണ്ടത് എന്താണ്, വർഷക്കാലത്ത് ചെയ്യേണ്ടത് എന്താണ് മുടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യുക. ഇപ്പോൾ ചൂടാണല്ലോ, ചൂട് കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക, നമ്മൾ ജ്യൂസ് ആയിട്ട് കുടിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ചൂട് കുറയും കേട്ടോ. നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചൂട് കൂടിയ കാലാവസ്ഥയാണെങ്കിലും തണുപ്പ് കൂടിയ കാലാവസ്ഥയാണെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ മുടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി കേട്ടോ. പിന്നെ സമ്മർ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് മുടി ഒരുകൊണ്ട് പോയ മുടി ആണെങ്കിലും തിരിച്ചു വരും. ഇനിയിപ്പോൾ 100-120 മുടി വരെ പോയാലും നോർമൽ കണ്ടീഷനിൽ അതൊക്കെ പോകും കേട്ടോ. അത്രയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, മുടി ഇത്രയും പോകുന്നുണ്ടല്ലോ എന്ന് പറയാൻ സങ്കടപ്പെടേണ്ട. അതിൻ്റെ ഇരട്ടി മുടി വരും. പക്ഷെ നമ്മളുടെ ഈ പാക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജെല്ലായിട്ടും അലോവേറ ബെസ്റ്റാണ് കേട്ടോ. അലോവേറ എന്തായാലും ആഴ്ചയിൽ ഉപയോഗിക്കാം നമ്മൾ കേട്ടോ. എല്ലാവരും അലോവേറ നട്ടുപിടിപ്പിക്കുക. അതിൻ്റെ ഒരു ലീഫ് മതി. അതിൻ്റെ കട്ട് ചെയ്തിട്ട് ഒലിവ് ഓയിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഹെയർ കണ്ടീഷണർ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നും പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം.